പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നത്. ഞാൻ കണക്കെടുത്ത് നോക്കുകയായിരുന്നു. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ പ്രതിപക്ഷത്തിന് വേണ്ടത്ര തെളിവ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട എത്രയെത്ര കേസുകളുണ്ട്. ഞാനൊന്ന് എണ്ണി പറയാം. തോട്ടപ്പള്ളി മണൽവാരൽ വിജിലൻസ് കോടതി തള്ളിയില്ലേ? എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ സാധിച്ചോ പ്രതിപക്ഷത്തിന്? ബ്രൂവറി ആരോപണം ഹൈക്കോടതി തള്ളിയില്ലേ പാലക്കാട്ടെ കാര്യത്തിൽ? എന്തെങ്കിലും ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇ.പി. ജയരാജനെതിരെ ബന്ധു നിയമന കേസ് വിജിലൻസ് FIR ഹൈക്കോടതി റദ്ദാക്കിയില്ലേ? തെളിവ് കൊടുക്കാൻ സാധിച്ചോ ആ കേസിൽ? പിന്നീട് തിരിച്ചു വന്നില്ലേ അധികാരത്തിലേക്ക്? പിന്നീട് തിരിച്ചു വന്നില്ലേ മന്ത്രിസ്ഥാനത്തേക്ക്? മന്ത്രി ജെ മേഴ്സിക്കുട്ടി എമ്മയ്ക്കെതിരെ തോട്ടണ്ടി ഇടപാടിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയില്ലേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്? ഇന്നും അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ കോടതി തള്ളിയതിനു ശേഷം MM മണിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. അന്ന് ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതും ഹൈക്കോടതി തള്ളിയില്ലേ? PP കോവിഡ് കിറ്റുമായി ബന്ധപ്പെട്ട ഹർജി ലോകായുക്ത ഹർജി തള്ളിയില്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഫോൺ അഴിമതി ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞില്ലേ? ഈ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം ക്യാമറ, ഫോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം കോടതികൾ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അവിടെ പ്രതിപക്ഷം ഉത്തരവാദിത്വത്തോടു കൂടി ഗൗരവമേറിയ ഒരു വിഷയം കോടതിയുടെ മുമ്പിൽ നിലനിൽക്കത്തക്ക രീതിയിൽ അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ എന്നുള്ളതാണ്. അതാണ് ജിമ്മി പറയുന്നത് ഞാൻ കേട്ടത്.